പ്രൈസ് ലോർഡ്. നാമത്തുണ്ടായിരിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഡോണ്ട് ഗീവ് അപ്പ്. ഹല്ലേലൂയ. തളർന്നു പോകരുത്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ ബലപ്പെടുത്തും. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്നെ കേൾക്കുന്ന ഓരോ ദൈവ പൈതലും ഹല്ലേലൂയ, ആരെങ്കിലും പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നു, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നു, നിന്നെ കൈത്താങ്ങുവാൻ, നിന്നെ സഹായിപ്പാൻ ആരുമില്ലയോ? സ്തോത്രം. മറ്റുള്ളവർ മുമ്പിൽ ഹല്ലേലൂയ ഒരുപക്ഷെ നിന്നാപാത്രമായിരിക്കാം. ഒരുപക്ഷെ മാതാപിതാക്കളാൽ തള്ളപ്പെട്ടവര്, ഹല്ലേലൂയ കുഞ്ഞുങ്ങളാൽ തള്ളപ്പെട്ടവര്, മത നേതാക്കന്മാരാൽ തള്ളപ്പെട്ടവര്, സ്തോത്ര സഹോദരങ്ങളാൽ തള്ളപ്പെട്ടവര്, ഒറ്റയ്ക്കായിരുന്ന സ്തോത്രം, ആരുമില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ കർത്താവ് പറയാൻ, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്ന ദാവീദ് പറയുകയാണ്, ഞാൻ ഒരു താഴ്വരയിലെ കൂരിലിന്റെ താഴ്വര കടന്നു പോയാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ആ ദൈവം എന്നെ ഹല്ലേലൂയ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റപ്പെടൽ, നിന്ദയുടെ ശാപവാക്കുകൾ ഹല്ലേലൂയ കേൾക്കുന്നവരായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവിടെ തളർന്നു പോകാതെ ദൈവസന്നിധി താഴ്മയോടെ കർത്താവിന്റെ വിടുതലിന് വേണ്ടി കാത്തിരുന്ന തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 41:10 പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്നെ താങ്ങുന്ന, നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പ്രയാസത്തിന്റെ മധ്യത്തിൽ മാറിപ്പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. നിന്ദിക്കുന്നവരുടെ മുമ്പേ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ നീ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയർ ഹല്ലേലൂയ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാൻ ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇനി നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങളിൽ ഒരു പക്ഷേ വളരെ ഡിഫിക്കൽട്ടായിട്ടായിരിക്കും നിനക്ക് തോന്നുന്നത്. ഇതിനെ ഹല്ലേലൂയ ഓവർകം ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിനക്ക് തോന്നാമെന്നാൽ നിന്നോട് തന്നെ നീ പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവളാകുന്നു. എൻ്റെ കർത്താവ് എന്നെ ഹല്ലേലൂയ ഇതിനകത്ത് ജയിക്കുവാൻ എനിക്ക് അവൻ കൃപ തരും, എന്നെ ശക്തീകരിക്കും, എന്നെ സഹായിക്കുമെന്ന് ഹല്ലേലൂയ നമ്മളോട് തന്നെ പറയുവാനുള്ള ദൈവാത്മാവിന്റെ വലിയ ശക്തി ഓരോ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കുമാറാകട്ടെ. ആവർത്തന പുസ്തകം 31:6 പറയുകയാണ്, ബലവും ധൈര്യമുള്ളവരായിരിക്കും, അവരെ പേടിക്കരുത്, ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിന്നെ ഉപേക്ഷിച്ചവർ ഹല്ലേലൂയ സ്തോത്രം നിന്റെ മധ്യവിദ്യാർത്ഥികളാകാം, ചാച്ചക്കാരാകാം, ഹല്ലേലൂയ സ്തോത്രം പല വിധത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാകാം, നിന്റെ ഹല്ലേലൂയ സ്നേഹിതനാകാം. എന്നാൽ അവരെ ഒന്നും നീ ഭയപ്പെടേണ്ട. നിന്നെ നിന്ദിക്കുന്നവരുണ്ടാകാം, നിന്നെ ഹല്ലേലൂയ ഒറ്റപ്പെടുത്തുന്ന വർത്താനം പറയുന്നവരുണ്ടായിരിക്കാം, നിന്റെ കുറ്റം കണ്ടുപിടിച്ച് നിന്നെ നിന്ദിക്കുന്നവരുണ്ടാകാം. എന്നാൽ അവർ മുത്തിട്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ തളർന്നു പോകരുത്, നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നൊരു ദിവസമുണ്ട്. അതിനാൽ ശക്തിയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.